ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ അൺപബ്ലിഷ്ഡ് ലെറ്റേഴ്സ് ഓഫ് മുഹമ്മദ് അസദ് എന്നൊരു പുസ്തകമാണ്. ഇത് എഴുതിയത് ലെറ്റേഴ്സ് സത്യത്തിൽ അസദിൻ്റെയും അസദിൻ്റെ വൈഫായിരുന്ന പോള ഹാമിദും തമ്മിലുള്ള ലെറ്റേഴ്സും മറ്റു കുറേ ലെറ്റേഴ്സും കൂടി കൂട്ടിയ ഒരു പുസ്തകമാണിത്. പബ്ലിഷ് ചെയ്തത് കോലാലംപൂരിലെ ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റാണ്. അതർ ബുക്സിൽ ഇതിൽ ഉണ്ടായിരുന്നു. അതർ ബുക്സിൽ നിന്ന് കിട്ടിയപ്പോഴാണ് ഞാനിത് വായിക്കാൻ കരുതുന്നത്. വായിക്കാൻ കാരണം എന്താ വെച്ചാൽ സാധാരണയിൽ ഞാൻ ലെറ്റേഴ്സൊന്നും വായിക്കാറില്ല. മറ്റു പുസ്തകങ്ങൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഏരിയയിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിക്കുക, അത്തരം സാധനങ്ങൾ നോക്കുക എന്നൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നത്. ഈ പുസ്തകം എടുക്കാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് തൃച്ചിക്ക് അതർ ബുക്സിൻ്റെ എഡിറ്റോറിയൽ ടീമിൻ്റെ ഭാഗമായിട്ട് ഞാനും ഔസാഫ്ക്കും പിന്നെ നൗഷാദൊക്കെ പോയപ്പോൾ ഹുസൈൻ ഐനാറിൻ്റെ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ മൂപ്പരെങ്ങനെയാണ് നമ്മുടെ അതർ ബുക്സിൻ്റെ ആദ്യത്തെ പുസ്തകം ചെയ്യാൻ തീരുമാനിക്കുന്നതെന്നൊക്കെ കരുതിയിട്ടാണ് അവിടെ ഒന്ന് സന്ദർശിച്ച് വരിക പോകുന്നത്. അപ്പോൾ പോയപ്പോൾ ഔഫുക്കും നൗഷാദൊക്കെ കുറേ കാലമായിട്ട് ഇങ്ങനത്തെ പബ്ലിഷിംഗ് ഫീൽഡിൽ പരിചയമുള്ളവരായതുകൊണ്ട് തന്നെ ഒരു നൈനാറിൻ്റെ ലെറ്റേഴ്സ് വളരെ സീരിയസ് ആയി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത്തരം കാര്യങ്ങൾ ഒരു മനസ്സിലായിട്ടുണ്ടായില്ല. എനിക്ക് എന്തുകൊണ്ടാണ് വളരെ പേഴ്സണലായ ലെറ്റേഴ്സ് ഇവരിങ്ങനെ സീരിയസ് ആയി നോക്കുന്നത്, ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ലെറ്റേഴ്സ് വളരെ പേഴ്സണലായ സാധനങ്ങൾ നിങ്ങളെ സീരിയസ് ആയി നോക്കുന്നതെന്നൊക്കെ. അപ്പം അന്നേരത്തെ ഒരു പറഞ്ഞത് വളരെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരാൾ പ്രത്യേകിച്ച് ഒരു എമിനൻ്റായ ഒരു റൈറ്ററായി മാറുന്നത്, ഒരു എഴുത്തുകാരനായി അല്ലെങ്കിൽ ആറി വരുന്നത് ആളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നവർ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ ടോപ്പിക്കുകളും എല്ലാ ഏരിയകളും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലൊരു കത്ത് സമാഹാരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ കണ്ടത് മരിയ റീൽക്കേൻ്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കത്തുകൾ, അങ്ങനത്തെ ചില കത്തുകൾ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ പ്രണയ സ്വഭാവത്തിലുള്ള കത്തുകൾ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനൊന്ന് മറച്ചു നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈ പുസ്തകത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് അസദിൻ്റെ എഫേർട്ടിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ഇന്ത്യയിൽ സമരം നടത്തുന്ന അസദ് ഇന്ത്യയിൽ താമസിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കുറേ മതക്കാർ തമ്മിലുള്ള സമരങ്ങളും പ്രയാസങ്ങളും നടക്കുക പാകിസ്ഥാൻ വിഭജന സമയത്ത്. അപ്പം അന്നേരത്ത് അസദിൻ്റെ വീട്ടിലേക്ക് റൈറ്റേഴ്സ് വന്നു. അസദ് 10 കൊല്ലമായിട്ട് സ്വഹീഹുൽ ബുഖാരിയെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് ചെയ്യാനൊക്കെ എഴുതിയിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ അസദിൻ്റെ ആ പണിക്ക് വേണ്ടി അസദ് 10 കൊല്ലം കളഞ്ഞ് ആ സമയത്താണ് ഈ വിപ്ലവകാരികൾ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല, അസദിൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ പുസ്തകങ്ങളടക്കം, ഇത്രയും കൊല്ലം അധ്വാനിച്ചുണ്ടാക്കിയ പുസ്തകങ്ങളടക്കം ഇവർ കൊണ്ടുപോയിട്ട് അവിടുത്തെ അടുത്തുള്ള പുഴയ്ക്ക് വലിച്ചെറിഞ്ഞു മാത്രമല്ല അസദ് ആകെ ഡൗണായിപ്പോയി. ഡൗണായിപ്പോയി എന്ന് പറഞ്ഞാൽ പറ്റേ തളർന്നു എന്നല്ല, ജസ്റ്റ് ഒരു ആകെ മുമ്പ് മെനക്കെട്ട 10 കൊല്ലത്തെ പരിപാടിയാണ് ആകെ ഇല്ലാണ്ടായിപ്പോയത്. അപ്പോൾ അന്നേരത്ത് അസദ് പക്ഷേ അതിന്നൊരു വലിയൊരു സന്തോഷം, കാരണം അസദിന് ഇത്രയും കാലത്തെ എഫേർട്ട് കൊണ്ടാണ് ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്ന് ഖുർആൻ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്ന പരിപാടിയും പിന്നീട് സ്വഹീഹുൽ ബുഖാരി തന്നെ ട്രാൻസ്ലേഷനായി വരുന്നതൊക്കെ അസദിൻ്റെ ആ കാലത്തെ നീണ്ട അധ്വാനം, അസദിൻ്റെ ഓർമ്മയെന്ന് പിന്നെ അസദ് അതെടുത്ത് എഴുതി. ഒരു മനുഷ്യനെ അത്രയും കാലത്തെ അധ്വാനത്തെ ഇടങ്ങേറാക്കുന്നതിൻ്റെ ഒരു അവസ്ഥ ഈ പുസ്തകത്തിൽ ചില ഭാഗത്ത് പറയുന്നുണ്ട്. അതുമാത്രമല്ല, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോള ഹാമിദിനോട്ട് അസദിനൊരു പ്രണയം ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അന്നേരത്ത് അസദ് പാകിസ്ഥാനിലൊരു മുനീറ എന്ന് പറഞ്ഞാൽ നമ്മളെ തലാൽ അസദിൻ്റെ അമ്മനായിട്ടൊരു കല്യാണം കഴിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ പോള ഹാമിദിൻ്റെ പ്രണയം ഉണ്ടായപ്പോൾ അസദ് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്ന ആളാണ്. പാകിസ്ഥാനിൽ മൂപ്പര് പ്രത്യേകിച്ചും മിനിസ്ട്രി പരിപാടികളിലാണ് മൂപ്പര് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അഡ്വൈസറി ബോർഡിലൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അന്നേരത്ത് അസദിനെ പോള ഹാമിദിനൊരു പ്രണയം ഉണ്ടായപ്പോൾ ആദ്യം സമ്മതിച്ചില്ല ആളുകൾ, പാകിസ്ഥാനിലെ ഗവൺമെൻറ്. പക്ഷെ അസദിന് അവരുമായുള്ളൊരു പരിപാടി, പ്രത്യേകിച്ചും പോളിഷായ ഭയങ്കര ബുദ്ധിയുള്ളൊരു മനുഷ്യ എന്ന രീതിയിലും അസദിന് ഭയങ്കര കമ്മ്യൂണിക്കബിൾ ആയൊരു മനുഷ്യയായിരുന്നു പോള ഹാമിദ്. ഇത് പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് അസദിന് റിസൈൻ ചെയ്യേണ്ടി വന്ന് പാകിസ്ഥാനിന് ഈ ജോലിയിൽ നിന്ന്. മാത്രമല്ല അവിടുന്ന് പോകേണ്ടിയും വന്നു. പോയി കഴിഞ്ഞപ്പോൾ അസദിനെ പറ്റി അസദിനെക്കുറിച്ച് കുറേ റൂമേഴ്സ് തന്നെ വരൽ തുടങ്ങി, ആളുകൾക്കിടയിൽ പരത്തൽ തുടങ്ങി. അസദ് മുസ്ലിമായ ആളായിരുന്നല്ലോ, നമുക്കെല്ലാം പറഞ്ഞ പോലെ അസദ് നേരത്തെ ജൂതനായിരുന്നു, പിന്നീട് ഇസ്ലാമിൻ്റെ ചില ടെക്സ്റ്റുകളൊക്കെ വായിച്ച് ആകർഷിച്ച് ഇസ്ലാമൊക്കെ വന്ന ആളാണ്. പക്ഷേ ഇന്നേരത്ത് പാകിസ്ഥാനിലെ ചില ആളുകൾ അസദ് മുസ്ലിം പിന്നെയും തിരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എഴുത്തുകളും മറ്റു സാധനങ്ങളൊക്കെ റൂമേഴ്സൊക്കെ പറഞ്ഞു പരത്തി. അപ്പോൾ അസദ് സ്വയം മുസ്ലിം ആണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മൂപ്പർക്ക് വിശ്വാസമുള്ള ചില സുഹൃത്തുക്കൾക്കും മറ്റൊക്കെ പറഞ്ഞ് കത്തയക്കുന്നതും, പിന്നെ മൂപ്പരുടെ ഒരു സുഹൃത്തായിരുന്ന ഹുസൈൻ ബബ്രിക്ക് അയക്കുന്ന കുറേ കത്തുകളുണ്ട്. മൂപ്പര് പോള അഹമ്മദിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്, റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ അസദിൻ്റെ കാര്യത്തിൽ അസദിനോട് എഴുത്തുകാരെടുത്ത് അസദ് ചില പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിഷേഴ്സിനെ കാണാൻ പോകുന്നതും, അവർക്ക് എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ തുടങ്ങുന്നുണ്ട്, നിങ്ങൾ അതിൻ്റെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ല. അങ്ങനെ തുടങ്ങിയൊരു
ഒരു മനുഷ്യനെ എങ്ങനെ മറ്റുള്ള ടീമുമായി കണക്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സഹായത്തിൻ്റെ കാര്യമായാലും സ്ഥാപനത്തിൻ്റെ കാര്യമായാലും ഓർഗനൈസേഷൻ്റെ കാര്യമായാലും എങ്ങനെയൊക്കെ കൃത്യമായി സംസാരിക്കാമെന്ന് ഒന്നുകൂടി വ്യക്തമായി പറയുന്നൊരു പുസ്തകമായിട്ട്, കൃത്യമായിട്ടൊരു ലെറ്റേഴ്സ് രീതിയിൽ തന്നെ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ തന്നെ പറയുന്നൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഇത്തരത്തിൽ വളരെ പേഴ്സണലായതും അക്കാഡമിക്കലുമായ ഒരുപാട് കാര്യങ്ങളെ ലെറ്റേഴ്സ് രൂപത്തിൽ തന്നെ പറയുന്നു എന്ന രീതിയിലും അതിൽ മറ്റ് കുറേ എഡിറ്റിങ്ങുകളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് അതുപോലെ തന്നെ പറയുന്ന രീതിയിൽ കൃത്യമായി കാണിക്കുന്നൊരു പുസ്തകം എന്ന രീതിയിൽ വായിക്കാനും കൂടെ അനുഭവിക്കാനും മനസ്സിലാക്കാനൊക്കെ വന്നൊരു പുസ്തകമായിട്ട് തോന്നുന്നു. എല്ലാവരും വായിക്കാൻ നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു.